ഗൈസ്, ഞങ്ങൾ ഇന്ന് വേളാങ്കണ്ണി ട്രിപ്പ് പോവാണ്. അപ്പം അതിൻ്റെ ഒരു ഫസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു വൈകിട്ടായിട്ടാണ് പോയത്. അപ്പോൾ കാറിലിരുന്ന് എൻ്റെ ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിത് പോവാണ്. ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, വണ്ടി, ഫുഡ്, റൂം എല്ലാം ഇവരുടെ ഈ പാക്കേജിൽ ഒതുങ്ങുന്നതാണ്. ഇതൊരു പാക്കേജ് ട്രിപ്പാണ്. ഞങ്ങളപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ വണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടിയിൽ കയറാൻ പോവാണ്. ചെല്ലാനായിട്ട് അമ്മ പറയുന്നത്. അപ്പോൾ നമുക്ക് ജപമാല എന്ന് പറയുന്നത് വചനത്തിന്റെ. ഫസ്റ്റ് തന്നെ നമ്മൾ കയറുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടാവും, ഒരു ക്രിസ്ത്യൻ പ്രെയർ ഉണ്ടാവും. കൊന്ത ചൊല്ലിയിട്ടാണ് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10:30 ഒക്കെ ആകുമ്പോൾ നമുക്കൊരു മൂവി അവർ വെച്ച് തരും. അതിൽ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്തായി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് അവരെ ഇറക്കി. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് ചായ കുടിക്കാനായിട്ട് അവരൊരു ബ്രേക്ക് ആയിരുന്നു. അവരവിടെ നിർത്തി. നമ്മൾ ഐ തിങ്ക് തഞ്ചാവൂരിലാണ് ഇവരോട് നിർത്തിയത്. നിർത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ബ്രേക്കൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. ഇങ്ങനെ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണം, ഒരു റിസ്ക് ഇല്ലാതെ നമുക്ക് വേളാങ്കണ്ണി പോയി പ്രാർത്ഥിച്ച് ഒരു ദിവസം കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് ഞങ്ങൾ വേളാങ്കണ്ണി എത്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ എത്തിയത് ഒരു 5:30-ക്കാണ് ഞങ്ങളവിടെ എത്തിയത്. പക്ഷേ 5:30 തോന്നിയത് പോലും ഇല്ല. കാരണം അത്ര തിരക്കായിരുന്നു. നമ്മളിതൊരു വണ്ടിയിലാണ് നമ്മൾ വരുന്നെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ വണ്ടിയൊക്കെ കൊണ്ടുവച്ച് നമ്മൾ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചയാവും. ഇതാണ് അപ്പം ഞങ്ങളെടുത്ത റൂം. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു റൂം, ഒരു വലിയൊരു അറ്റാച്ച്ഡ് ബാത്റൂം, 3 പേർക്ക് കിടക്കാൻ പറ്റുന്നൊരു നൈസായിട്ടൊരു ബെഡ് സ്പേസും ഉണ്ട് അവിടെ. ഞങ്ങളുടെ അവിടുന്ന് നേരെ നോക്കിയാലാണ് നമ്മുടെ കുർബാന നടക്കുന്ന പള്ളി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കുളിച്ചൊക്കെ ഒന്ന് ഫ്രഷായി ഞങ്ങൾ പള്ളിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളതേ പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിൽ ഞങ്ങൾ എല്ലാ പള്ളികളും ഒന്ന് കണ്ട് കുർബാന കണ്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അപ്പം എല്ലാ പള്ളികളിലും ഞങ്ങളൊന്ന് കയറി പ്രാർത്ഥിച്ചു. ഞങ്ങൾ കുർബാന നടക്കുന്ന പള്ളിയിലെത്തി. തമിഴ് കുർബാനയായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് കുർബാനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വേറെ പള്ളികൾ, കാണാത്ത പള്ളികളൊക്കെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. നേർച്ച ഇടുന്നിടത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഈ ലോകത്തിലെ എല്ലാവരും വേളാങ്കണ്ണി വന്നിട്ടുണ്ടെന്ന് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കാരണം നമുക്ക് നടക്കാൻ പോലും സ്പേസ് ഇല്ല. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു സ്റ്റോള് പോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് വഴിയിൽ കാണുന്ന എല്ലാവരുടെ അടുത്തു നിന്നും നമ്മൾ സാധനം മേടിച്ചിട്ട് അത് വെറുതെ ആണെന്ന് അച്ഛൻ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാളിൽ നമുക്ക് വീട്ടിലേക്ക് ബെഞ്ചിരിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ഫോട്ടോസും കൊന്തകളും എല്ലാം കിട്ടുന്ന ഒരു സ്റ്റാൾ തന്നെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ കുറേ സെക്ഷൻസ് വരുന്നുണ്ട്. മാതാവിൻ്റെ ഫോട്ടോസ്, നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല നല്ല ഫോട്ടോസൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും വരുമ്പോൾ ഇവിടെയും കൂടെ വന്നോളൂ. അപ്പം അങ്ങനെ കൊന്തയും മെഴുകുതിരി എല്ലാം മേടിച്ച് ഞങ്ങളത് വഴിപാടിനായിട്ട് പോവുകയാണ്. അപ്പോൾ വഴിപാടിന് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പൂമാല, കൊന്ത, നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങൾ എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ലാസ്റ്റായിട്ട് കയറാൻ പോകുന്നതും അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും മെഴുകുതിരിയും നേർച്ചയും, വീട്ടിലേക്ക് വേണ്ട നേർച്ചയും മെഴുകുതിരിയും പൂമാലയൊക്കെ മേടിച്ച് മാതാവിന് സമർപ്പിക്കാനായിട്ട് ഞങ്ങളിത് എല്ലാം മേടിച്ചു. ഇതിലൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ കടലിൽ വന്ന് ഈ നേർച്ചയൊക്കെ വഴിപാട് ചെയ്യാൻ പോകുമ്പോൾ ഈ കടലിൽ വന്ന് കാലൊന്നും മുക്കിയിട്ട് വേണം തിരിച്ചു പോയാലാണ് ഈ എല്ലാ നേർച്ചയ്ക്ക് ഒരു പൂർണ്ണമായിട്ടൊരു അർത്ഥം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാലൊന്നും നനച്ചു. നല്ല വെയിലുമായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ജസ്റ്റ് ഞങ്ങൾ കാലൊന്നും നനച്ച്, എൻ്റെ അപ്പൻ വാശി പിടിച്ചിട്ടൊക്കെ ഞങ്ങൾ കാലൊക്കെ ഒന്ന് നനച്ച് ഞങ്ങളിത് ഇതാണ് നേർച്ചയിടുന്ന പള്ളി, ഈ പള്ളിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി. ഇവിടെ ഫോണൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് അധികം ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പള്ളിയിൽ നിന്ന് വഴിപാടൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് ഒന്ന് ക്ഷീണം മാറ്റാനായിട്ട് പോവുകയാണ്.
വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോയി. ബീച്ചിലേക്ക് ഞങ്ങൾ നേരത്തെ പോയപ്പോൾ ജസ്റ്റ് കാലൊന്നും നനച്ച് പോകുന്നുള്ളൂ. അപ്പോൾ റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ വീണ്ടും ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി, ബീച്ചിലേക്ക് ഇറങ്ങി. ബീച്ചിലാണെങ്കിൽ ഇത്രയും കണ്ട ജനങ്ങളുണ്ടായിരുന്നു, അത്രയും നിറയെ ആൾക്കാർ ബീച്ചിൽ കുളിക്കാനാണെങ്കിലും. വെള്ളം അത്ര മോശമാണ്. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ക്യൂട്ട്നെസ് വാരി വിതറ എൻ്റെ അമ്മ. പക്ഷേ എൻ്റെ പപ്പ ഫോട്ടോ എടുക്കാനുള്ള പോസിൽ നിൽക്കാൻ പറയാം. എന്നിട്ട് എൻ്റെ അമ്മ ഒരു പോസിലൊക്കെ നിന്നു. അങ്ങനെ കുറച്ചൊക്കെ വീഡിയോസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തിരിക്കി. പപ്പയുടെ തായ്ലാൻഡ് പോയാൽ കഴിഞ്ഞ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേനെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുക. കുഴപ്പമില്ല, അമ്മ അഡ്ജസ്റ്റ് ചെയ്തോളും. തിരിച്ചു പോണ വഴിക്ക് അവിടുത്തെ എല്ലാ സ്റ്റേഷനറി കട അമ്മ ഇരിച്ച് പറക്കി കയറി. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ചില്ലറ സാധനങ്ങളൊക്കെ കയറി. അമ്മയ്ക്ക് ഒരു കൊത്തു പൊറോട്ട കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കയറി പൊറോട്ടയൊക്കെ കഴിച്ചു. വീണ്ടും നമുക്ക് സമയം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ വണ്ടിക്ക് ഒരു 8 മണി വരെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയൊക്കെ ഒന്ന് കറങ്ങി, വീണ്ടും പള്ളിയുടെ ബാക്ക് വശത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോയത്. ഞങ്ങൾ അപ്പോഴേക്കും റൂമിൽ പോയി വീണ്ടും ഫ്രഷായി ഫുഡ് കഴിക്കാൻ പോവാം. നൈറ്റ് ഫുഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. അപ്പം അങ്ങനെ വീണ്ടും ഞങ്ങൾ റൂമിലൊക്കെ പോയി ഫ്രഷായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ബസ്സിന് നേരത്തെ എത്തിയ കാരണം കൊണ്ട് ഞങ്ങൾ ചേട്ടനെയൊക്കെ ഒന്ന് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ച് ചേട്ടനെയൊക്കെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ബസ് എടുത്തു. ബസ്സിൽ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇത് 1 ഡേ ഒരു ട്രിപ്പാണ്. 1 ഡേ ട്രിപ്പാണ്. 2200 ആണ് ഈ ഒരു പാക്കേജിന് വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ കമൻറ്റ് ബോക്സിലിടാം. എല്ലാവരും അതനുസരിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇതെൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതെൻ്റെ മെമ്മറിയിൽ എപ്പോഴും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വീഡിയോ ആണ്. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്